ഹലോ, ഇന്നൊരു ചിക്കൻ കറി വ്ളോഗാണ് കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ചെറുള്ളി, സവാള, പച്ചമുളകെല്ലാം കട്ടാക്കി വെച്ചിരുന്നു. അതിനുശേഷം വറ്റൽമുളക്, മല്ലി നന്നായിട്ട് വറുത്തു. പിന്നെ പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ചിക്കൻ, ഇത് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ചേക്കുന്ന വറ്റൽമുളകും മല്ലിയും നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ടൊരു കുക്കർ വെക്കുക. ആവശ്യത്തിന് ഓയിൽ ആഡ് ആക്കുക. ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച് ചെറുള്ളിയും സവാളയും അതിലോട്ട് ആഡ് ആക്കി കൊടുക്കുക. ഇവിടെ ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഒരു ബ്രൗണിഷ് കളറിൽ വരുന്നത് വരയ്ക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ആഡാക്കി. ആവശ്യത്തിന് ഉപ്പ്. ചെറുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ആക്കിയിട്ടുണ്ട്. അതിനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പയർ ആക്കി എടുക്കണം. ഒരു 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു. എന്നിട്ടൊരു പാൻ എടുക്കുക. ആവശ്യത്തിന് ഓയിൽ ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അതിലോട്ട് ആഡ് ആക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് 5 to 10 മിനിറ്റ്സ് ഫ്രൈ ആക്കാൻ വെച്ചിരുന്നാൽ മതി. ഒത്തിരി ഡീപ്പ് ഫ്രൈയിലോട്ട് പോകണ്ട. നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന ചെറുള്ളിയും സവാളയും ഓൾമോസ്റ്റ് ഒരു ബ്രൗണിഷ് കളറിലായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ടൊമാറ്റോസ് ആഡാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. അത് അതിലോട്ടൊന്ന് ആഡാക്കി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ച മസാല ആഡാക്കി കൊടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കൻ അതിലോട്ട് ആഡാക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു 6 to 7 മിനിറ്റ്സ് മാത്രമേ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഈ മസാലയിലോട്ട് നമുക്ക് ആഡാക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ ചിക്കനിലോട്ട് എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ആഡാക്കി കൊടുക്കുക. നമ്മൾ ആ ജാറിൽ തന്നെ വെള്ളം മിക്സാക്കി അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് അടച്ചു വെക്കുക. ഒരു വിസിലിന് ശേഷം വീണ്ടും എടുത്തു വെക്കാം. അതിനിടയ്ക്ക് നമുക്ക്
കുറച്ച് തേങ്ങാപ്പാൽ ഒന്ന് പ്രിപ്പയർ ആക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ആവശ്യത്തിന് വെള്ളം ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരച്ചു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് താളിക്കുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ആഡാക്കി എടുത്തിട്ടുണ്ട്. കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം വറ്റൽമുളക് ഇടുക. പിന്നെ ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില, ഇത് ഇത്രയായിട്ട് നന്നായിട്ട് താളിക്കാം. താളിച്ചത് നമുക്ക് ആ ചിക്കൻ കറിയിലോട്ട് ആഡാക്കി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി, ടേസ്റ്റി ആൻഡ് സ്പൈസി ചിക്കൻ കറി ഈസ് റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.